APCC ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കും. വിവാദ ബീഹാർ എക്സ്പോസ്റ്റിന് പിന്നാലെയാണ് തീരുമാനം. പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ VT ബൽറാം ഡിജിറ്റൽ മീഡിയ ചുമതല ഒഴിയും. ഇക്കാര്യത്തിൽ ബൽറാം KPCC പ്രസിഡന്റിനെ അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടന വേണമെന്ന് ബൽറാം ആവശ്യപ്പെട്ടിരുന്നു. KR സാജു കൊണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, വിശദാംശം. അജി, പി സരിൻ പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതല വഹിച്ചുകൊണ്ടേയിരിക്കെയാണ് പാർട്ടിയുമായി കലഹിച്ചു പുറത്തുപോയത്. അതിനു പിന്നാലെയായിരുന്നു VT ബൽറാമിന് ഇതിന്റെ ചുമതല KPCC നേതൃത്വം കൈമാറുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒഴിയാനുള്ള സന്നദ്ധത VT ബൽറാം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനന്ന് നേതൃത്വം ആ പുനഃസംഘടനാ നടപടികളിലേക്ക് പോയില്ല. ഇപ്പോൾ പുതിയ ബീഹാർ വിവാദമായി ബന്ധപ്പെട്ട എക്സ്പോസ്റ്റ് വന്നതോടുകൂടി അതിൽ ഹൈക്കമാൻഡ് തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് VT ബൽറാം വീണ്ടും ഇത് ഒഴിയാനുള്ള സന്നദ്ധത ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അറിയിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അതിന് പുതിയ ചുമതലക്കാരൻ വരും. ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്ക് പകരം മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പുനഃസംഘടനാ നടപടികൾ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാരവാഹി യോഗം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും VT ബൽറാം രാജിവെച്ചിട്ടില്ല. അദ്ദേഹം ഒഴിയാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് KPCC അധ്യക്ഷനെ ചെയ്തത്. രേഖാമൂലം അറിയിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഒഴിയാനുള്ള സന്നദ്ധത അറിയിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരം ഒരു സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ KPCC അക്കാര്യം ഗൗരവത്തിലെടുത്തുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് പോയിരുന്നില്ല. ഏതായാലും പുതിയ പശ്ചാത്തലത്തിൽ ബീഹാർ വിവാദ പോസ്റ്റോടുകൂടി ഏതാണ്ട് VT ബൽറാമിനെ ഒരു പകരക്കാരനെ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നത് ഉറപ്പായിട്ടുണ്ട്. അജി, ശരി. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.